ട്രാക്കിംഗ് വെബ്സൈറ്റിൽ പരസ്യം ചെയ്താണ് ഈ റിസോർട്ട് വിനോദസഞ്ചാരികളെ ക്ഷണിക്കുന്നത്. ഇത് വയനാട് വന്യജീവി സങ്കേതം. വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്നതിനാൽ രാത്രികാല ഗതാഗതം പോലും നിരോധിച്ച സ്ഥലം. തിരുനെല്ലി തെറ്റ് റോഡിന് സമീപം പ്രവർത്തിക്കുന്ന ജംഗിൾ റീട്രീറ്റ് വയനാട് റിസോർട്ടിന്റെ വെബ്സൈറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. രാത്രിയിൽ വാഹനത്തിൽ വിനോദസഞ്ചാരികൾ കാട്ടിലൂടെ ഓടുന്ന പുള്ളിപ്പുലിയെ ആദ്യം കാണുന്നു. ഇവയെ വാഹനത്തിൽ പിന്തുടർന്നു പോകുന്നതിനിടെ റോഡ് മുറിച്ചു കിടക്കുന്ന കടുവയെ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും അവ ഓടി മറയുന്നു. വയനാട് വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന ജംഗിൾ റീട്രീറ്റ് വയനാട് റിസോർട്ടിന്റെ വെബ്സൈറ്റിൽ ഇവിടെ എത്തുന്നവർക്ക് രാത്രിയിൽ കാട്ടിലിറങ്ങി മൃഗങ്ങളെ കാണാനുള്ള അവസരമുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യം റിസോർട്ട് ഉടമ വിദേശീകരിക്കുന്ന ദൃശ്യങ്ങളും ഇന്ത്യ വിഷൻ ലഭിച്ചു. within 100 meters of a wild tiger, and we were literally tracking him. And the scary part was we heard the small little grunt, right? And how does that go? That basically the young male said, "You are coming too close. I know you are." And that was the first noise you heard, wasn't it? And the hunter, easy to miss actually. Absolutely. If you've grown up with traffic and whatnot. Yes, you're just thinking something else, or you wouldn't probably hear it. വംശനാശ ഭീഷണിയെ തുടർന്ന് കടുവ ഉൾപ്പെടെയുള്ള ജീവികളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ ശക്തമായ നടപടികളും പ്രവർത്തനങ്ങളും രാജ്യത്ത് നടന്നുവരുന്നതിനിടെയാണ് വയനാട്ടിലെ റിസോർട്ടുകാർ ദേശീയ മൃഗത്തെ പോലും ഇത്തരത്തിൽ വേട്ടയാടുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിനകത്ത് രാത്രിയായാലുള്ള അവസ്ഥ ഇതാണ്. ടൈഗർ ട്രാക്കിംഗ് ഉൾപ്പെടെ നിർബാധം തുടരുമ്പോഴും വനം വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, വയനാട്, ഇന്ത്യ വിഷൻ. വാർത്തയോട് പ്രതികരിക്കാനായി ടൂറിസം മന്ത്രി അനിൽകുമാർ ചേരുകയാണ്. മിനിസ്റ്റർ, വനങ്ങളോട് ചേർന്നുള്ള ടൈഗർ റിസർവ് മേഖലയിലാണ് ഈ വിനോദം നടക്കുന്നത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി വെബ്സൈറ്റിൽ പരസ്യം നൽകിയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. വന്യമൃഗങ്ങളെ കാണുക പോലും ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ് ടൈഗർ റിസർവ് ഏരിയ. അവിടേക്ക് കടക്കണമെങ്കിൽ പ്രത്യേക നിയമങ്ങളും എല്ലാം ഉണ്ട്. ഇത്രയും കർശനമായ നിയമങ്ങൾ ഉണ്ടായിരിക്കെ വെബ്സൈറ്റിൽ പരസ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും ദേശീയ മൃഗത്തെ വേട്ടയാടുകയും ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണ്? ഇതിനെതിരെ എന്ത് നടപടിയാണ് എടുക്കാൻ സാധിക്കുക? ഇന്നാണ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. ഞാനതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവർ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഒരു രീതിയിലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. സ്വാഭാവികമായി നമുക്കറിയാം, യാത്രാ സഞ്ചാരം പോലും നമ്മുടെ കർണാടക ബോർഡോടനുബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ, അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് പോലും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട അത്തരം പ്രയാസങ്ങൾ തന്നെ നമ്മൾ അനുഭവിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി എന്ന് പറയുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനകം അന്വേഷണം ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള നടപടികൾ ഉണ്ടാകും. ഇത്തരം നടപടികൾ രാജ്യത്ത് എമ്പാടും നടക്കുന്നുണ്ട്. സേവ് ടൈഗർ ക്യാമ്പയിനുകൾ പോലും രാജ്യത്ത് സംഘടിപ്പിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുള്ളത്. ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് താങ്കൾ. അന്വേഷണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇത് അതിനുള്ള പരസ്യമായ തെളിവ് കൂടിയാണ് ഞങ്ങളുടെ ഈ വാർത്തയിൽ കാണുന്ന ദൃശ്യങ്ങൾ. ഇത് അവരുടെ വെബ്സൈറ്റിലും ഉള്ളതാണ്. ഇത്തരം റിസോർട്ടുകളുടെ ലൈസൻസ് റദ്ദാക്കി റിസോർട്ടുകൾ അടച്ചുപൂട്ടാനുള്ള നടപടികൾ വരെ സ്വീകരിക്കാവുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ? ഏതായാലും അന്വേഷണത്തിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഏതായാലും ഒരു കാര്യത്തിലും ഇത്തരം കാര്യങ്ങൾ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമല്ല ഗവൺമെന്റിനുള്ളത്. ടൂറിസത്തിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. പക്ഷെ അത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നത്. അപ്പൊ ഏതെങ്കിലും റിസോർട്ടുകാര് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ജനറലൈസ് ചെയ്യുന്ന ശരിയല്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന, തെറ്റായ നടപടികൾ ചെയ്യുന്ന റിസോർട്ടുകൾക്കെതിരെ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിന് ശേഷം ഉണ്ടാകും. ഒരു രീതിയിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു രീതിയിലും ഒരു അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. വളരെ നന്ദി ശ്രീ എ പി അനിൽകുമാർ പ്രതികരിച്ചതിന്. അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ടൂറിസം മന്ത്രി നൽകുന്ന വിവരം. അന്വേഷണത്തിന് ശേഷം കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വൈകുകയാണെങ്കിൽ അത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ വാർത്തയാക്കുന്നതുമാണ്. ഇപ്പോൾ ശ്രീ എസ് ഗുരുവായൂരപ്പൻ ചേരുകയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല, വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം എന്ന നിയമം വളരെ ശക്തമായി നിലനിൽക്കുന്ന സമയത്താണ്
വയനാട്ടിൽ കടുവ ഉൾപ്പെടെയുള്ള അന്യം നിന്നുകൊണ്ടിരിക്കുന്ന വന്യജീവികളെ വേട്ടയാടുന്നതിന് സമാനമായ കാര്യങ്ങളാണ്. അവയെ പിന്തുടരുക, ഭയപ്പെടുത്തുക. ഇത് ഇങ്ങനെ ഭയപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും മൃഗങ്ങൾ നാട്ടിലേക്ക് കടക്കുന്നത് പോലും. എങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വനം വകുപ്പിന്റെ കണ്ണുവെട്ടിച്ച് അല്ലെങ്കിൽ അവരുടെ മൗന സമ്മതത്തോടെ നടത്തുന്നത്? ഇതിനെതിരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? ഇതിപ്പം നമുക്ക് വന്യജീവി സങ്കേതങ്ങളുടെ അരികുകളില് ഇപ്പം എല്ലാ സ്ഥലത്തും വളരെ വ്യാപകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ ഇത് വളരെ കുറവായിരുന്നു. പണ്ടൊക്കെ നമുക്ക് വടക്കേന്ത്യയിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നേരിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതെല്ലാം വന്യജീവി സംരക്ഷണത്തിന്റെ പേരിൽ ഞങ്ങൾ ഇതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഉടമകളുടെ ഒരു വാദമായിട്ട് വരുന്നത്. പക്ഷെ എന്ത് തന്നെ ആയാലും രാത്രികാലത്തില് വന്യജീവികൾക്ക് സ്വൈരമായിട്ട് വിഹരിക്കാൻ വേണ്ടിയിട്ട് നിരോധനങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത് തീർത്തും ശരിക്കും പറഞ്ഞാൽ നിയമവിരുദ്ധം തന്നെയാണ്. ഇത്തരത്തിലുള്ള റിസോർട്ടുകൾക്കെതിരെ അടിയന്തരമായിട്ട് നടപടി എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഉടനെ ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും ഈ വന്യജീവി സങ്കേതത്തിനകത്ത് ഈ 6 മണിക്ക് ശേഷം അകത്ത് കിടക്കുന്നത് പോലും നിയമവിരുദ്ധമാണ്. ഒന്ന്, ട്രസ്പാസ്, അങ്ങോട്ട് അനധികൃതമായിട്ട് കിടക്കുന്നു എന്നുള്ളത്. രണ്ടാമത്, ഇത്തരം ജീവികളെ പിന്തുടരുന്നത് തന്നെ ശരിക്കും അത് വേട്ടയാടുന്നതിന് തുല്യമായിട്ടുള്ള ഹണ്ടിങ്ങിന്റെ ഡെഫിനിഷനിൽ വരുന്നതാണ് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് അത് വേട്ടയാടിയതിന് തുല്യമായിട്ടുള്ള ശിക്ഷകൾ ഈ പറഞ്ഞ റിസോർട്ടുകൾക്കെതിരെ എടുക്കാവുന്ന കുറ്റകൃത്യം തന്നെയാണ്. ഇത് ഇപ്പൊ ശരിക്കും പറഞ്ഞാല് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ട് തന്നെ ആവണമെന്നൊന്നുമില്ല. ഇതിപ്പോ അവരറിയാതെയാണ് കാര്യങ്ങൾ മിക്ക സ്ഥലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ മുതുമല കടുവ പഞ്ചായത്തിന്റെ അതിർത്തിയിലൊക്കെ നടക്കുന്നത് വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോട് കൂടിയിട്ട് രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് നടത്തി ഇത്തരം ട്രെക്കിംഗ് നടത്തുന്ന ആളുകളെ അപ്പൊ തന്നെ പിടിച്ചിട്ട് ഫൈനടിക്കുന്ന സംഭവമുണ്ട്. അതുപോലെ തന്നെ ശിക്ഷകളിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തുന്നുണ്ട്. ഒരുപക്ഷെ ഇത് അറിഞ്ഞ് സൈറ്റിൽ ഇങ്ങനെ പരസ്യം കണ്ട് അറിഞ്ഞു വരുന്ന വിനോദസഞ്ചാരികൾക്ക് അത് നമ്മുടെ നാട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവരെക്കാൾ അറിവുള്ളത് പുറത്തു നിന്നുള്ള ഫോറിനേഴ്സിനാണ്. അവരെല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് വരിക. അപ്പോൾ അവരെ കൂടുതലായി നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അവർ ഈ അട്രാക്ഷൻ കണ്ടുകൊണ്ടാണ് അതിലുള്ള ഒരു റിസ്ക് അത് ആസ്വദിക്കാൻ വേണ്ടിയാണ് അവർ എത്തുന്നത്. അപ്പൊ അവരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് റിസോർട്ടിലേക്ക് ആകർഷിക്കുക എന്നത് ഒന്നാമത്തെ കുറ്റമാണ്. രണ്ടാമത്തെ കുറ്റം, ഇത്തരം റിസർവ് മേഖലകളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കൃത്യമായും വനം വകുപ്പിന്റെയോ അത് റേഞ്ച് ഓഫീസറുടെയോ ഒക്കെ അനുമതി ഇല്ലാതെ ഒരു ഭാഗത്തു കൂടിയും നമുക്ക് നേരിട്ട് ഈ ഇത്തരം റിസർവുകളിലേക്ക് കടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതിന് വനം വകുപ്പിന്റെയോ അത്തരത്തിലുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയോ ഒത്താശ ഉണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ശരിക്കും പറഞ്ഞാല് ഞാൻ ഇതിന്റെ വെബ്സൈറ്റ് ഇന്നലെ പരിശോധിച്ചിരുന്നു, ഈ വീഡിയോ എല്ലാം കണ്ടിരുന്നു. അത് നോക്കുമ്പോൾ അവരുടെ പാക്കേജിനകത്ത് ഇപ്പൊ 1 ഡേ പാക്കേജ്, 2 ഡേ പാക്കേജ്, 3 ഡേ പാക്കേജ്, ഹണിമൂൺ പാക്കേജ് എന്ന് പറഞ്ഞ് ഇപ്പൊ അങ്ങനെ 5000 രൂപയിൽ തുടങ്ങി 15000 രൂപയിൽ അവസാനിക്കുന്ന രീതിക്കുള്ള കുറെ പാക്കേജസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാത്തിലും രാത്രി ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ ലേറ്റ് നൈറ്റ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ട്രെക്കിംഗ് നൈറ്റ് സഫാരി വെക്കുന്നുണ്ട് 90 മിനിറ്റ്സ്. എന്ന് വെച്ചാല് അത് ഒരു കാരണവശാലും അനുവദിക്കാവുന്ന ഒരു കേസല്ല. ഇപ്പൊ വനം വകുപ്പ് അറിഞ്ഞില്ലെന്ന് വെച്ചാൽ ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് പറയാം. ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുമെന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ എല്ലാവരും അത് അറിയണമെന്ന് യാതൊരു നിർബന്ധം ഇല്ല താനും. കാരണം എല്ലാം അറിഞ്ഞുകൊണ്ട് ശരി കൃത്യമായിട്ട് ഇതിനകത്ത് വനം വകുപ്പ് കൂട്ടി നിൽക്കില്ലെന്നാണ് എന്റെ അനുഭവം ശരിക്കും. അതേസമയം ഇവരുടെ വെബ്സൈറ്റിനകത്ത് തന്നെ പറയുന്നുണ്ട് ഈ കാടിനകത്തുള്ള ട്രക്കിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഫോറസ്റ്റ് ഗാർഡ്സ് വിൽ അസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോറസ്റ്റ് ഗാർഡ്സിന്റെ അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് കാട്ടില് യാത്ര ചെയ്യാം. ഇവരുടെ പാക്കേജ് ആയിട്ടാണ് അവർ അതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന് വനം വകുപ്പ് ഇവർക്ക് വേണ്ടി സഹായിക്കും എന്നുള്ള നിലയ്ക്കാണ് ഈ ഇതിനകത്ത് അവരുടെ പാക്കേജിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇവരെ സഹായിക്കാനായിട്ട് വനം വകുപ്പ് അത്തരത്തിലാണ് ഇതിനകത്ത് പബ്ലിസിറ്റി കൊടുത്തിരിക്കുന്നത് വെബ്സൈറ്റിനകത്ത്. എന്ന് വെച്ചാൽ ശരിക്കും സർക്കാരിനെ തന്നെ മുഴുവൻ ചീറ്റ് ചെയ്യുന്ന രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ ഈക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികൾ എന്ന് പറയുന്ന കമ്മിറ്റികളാണ് അല്ലെങ്കിൽ വനസംരക്ഷണ സമിതിക്കാരാണ് ഇതുപോലുള്ള നേച്ചർ ട്രയൽസ് ഒക്കെ സംഘടിപ്പിക്കുന്നത്. വനം വകുപ്പിന്റെ വന സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രൊട്ടക്ഷൻ പ്രോഗ്രാം ചെയ്യുന്നത്. അതിൽ ടൂറിസ്റ്റുകളെയും കൂടെ കൊണ്ടുപോകാം കുറച്ച് ദൂരത്തേക്ക് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിന്റെ സഹായത്തോടു കൂടിയിട്ട്. അങ്ങനെ സംരക്ഷണ പ്രവർത്തനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ് ഈ പറഞ്ഞ ഇക്കോ ടൂറിസമായിട്ട് വനം വകുപ്പ് ചെയ്തു വരുന്നത് കാലങ്ങളായിട്ട്. പക്ഷെ അതിന് ഒരു മിനിമം ഒരു ചാർജ് ഈടാക്കിക്കൊണ്ട് ആ പ്രദേശത്തെ തദ്ദേശവാസികളായിട്ടുള്ള ആദിവാസികളോ അല്ലെങ്കിൽ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമ്പോൾ ആ നാട്ടുകാർക്ക് നിലനിന്ന് പോവാം. വനം വകുപ്പിന് കുറച്ചൊരു എക്സ്ട്രാ വരുമാനം വരും. വന്യജീവികൾക്ക് കുറിച്ചുള്ള ഒരു അറിവ് വരുന്ന ടൂറിസ്റ്റുകൾ കിട്ടും.
അങ്ങനെ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾക്ക് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് ഉപയോഗിക്കാം. ഇങ്ങനെയാണ് ആ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ പ്രോഗ്രാമിന് വലിയൊരു വിലയ്ക്ക് വിൽക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പൊ ഈ ഇതിനകത്ത് ജനറൽ റിട്രീറ്റിന്റെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ജനറൽ റിട്രീറ്റ് മാത്രമായി അതിൽ പോലും എക്കോ ടൂറിസം അല്ലെങ്കിൽ എക്കോ ഡെവലപ്മെന്റിന്റെ കീഴിലുള്ള ആ യാത്ര പോലും ഇത്തരം റിസർവ് മേഖലകളിലല്ലോ. അതിലൊരു പ്രത്യേക ദൂരപരിധിയുണ്ട്. ആ ദൂരപരിധിയിൽ അത് മിക്കവാറും നമ്മൾ കണ്ടിട്ടുള്ളത്, പോയിട്ടുള്ള ആളുകൾക്കറിയാം. അങ്ങനെയുള്ള ആളുകളുടെ ഒപ്പം, ഗൈഡുകളുടെ ഒപ്പം അല്ലെങ്കിൽ വനവകുപ്പിന്റെ ആളുകളുടെ ഒപ്പം നമ്മൾ പോകുന്ന സമയം പകൽ സമയത്തോ അല്ലെങ്കിൽ സന്ധ്യ ആവുന്നതിന് മുമ്പോ ഒക്കെയാണ് സാധാരണയായി കൊണ്ടുപോകാറുള്ളത്. അത് കൊണ്ടുവന്ന് തന്നെ ഏതെങ്കിലും ഒരു കുളങ്ങളുടെയോ അല്ലെങ്കിൽ കാട്ടിനകത്തുള്ള വെള്ളം കുടിക്കാൻ എത്തുന്ന, ഈ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ എത്തുന്ന മേഖലകളിലേക്കൊക്കെയാണ് സാധാരണയായി കൊണ്ടുപോവുക. ഒരു നിശ്ചിത ദൂരപരിധിയിൽ നിന്ന് നമ്മൾ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് അവയെ കാണുക എന്നുള്ളതല്ലാതെ വേറൊന്നും അവർ അനുവദിക്കാൻ സാധ്യതയില്ല സാധാരണയായുള്ള അങ്ങനത്തെ യാത്രയിൽ. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ഇതല്ല, അങ്ങനെയല്ല. മറ്റേത് നേച്ചർ ട്രെയിൽ എന്നാ പറയാ, നേച്ചർ ട്രെയിൽ. അപ്പൊ കാട്ടിനകത്തുള്ള ഒരു ഇതാണ് വാഹനത്തിലൂടെയുള്ള സഫാരി. കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഏതെങ്കിലും മൃഗങ്ങളെ കാണുകയാണെങ്കിൽ കാണാം, അത്രേ ഉള്ളൂ. അവിടെ അതും വാഹനം നിർത്തിക്കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന സംഭവമൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാല് യഥാർത്ഥത്തില് വാഹനം നിർത്തി കാണിക്കുന്ന പരിപാടിയില്ല. വാഹന യാത്രയിൽ കാണാവുന്നത് കാണാം. അതിനിടയ്ക്ക് ഫോട്ടോ എടുക്കുന്ന പോലും ഫ്ലാഷ് ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വളരെ വെച്ചാൽ മൃഗങ്ങൾക്ക് ഒരു തരത്തിലും ഒരു അസ്വസ്ഥത ഇല്ലാത്ത രീതിക്ക് വന സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് എന്ന് വെച്ചാൽ ഫോറസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ആ പ്രോഗ്രാം ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് അതേ അല്ല. ഇവർക്ക് അങ്ങനെ ഒരു സംഭവം അവകാശപ്പെടാനേ ഇല്ല. സർക്കാരിന്റെ ഒരു പ്രോഗ്രാമിന് ഇവർ കൂടിയ വിലയ്ക്ക് വിറ്റ് വലിയൊരു രീതിയിൽ കാശുണ്ടാക്കുന്നു. അതിനപ്പുറം ഇതിന്റെ കൂടെ വേറെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് വിശദമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ പിടികിട്ടും. കാരണം ഇത്തരത്തിലുള്ള റിസോർട്ടുകൾ ഈ ഒരു സംഭവത്തെ മാത്രമായിട്ട് നിൽക്കുന്നതല്ല. വേറെ മറ്റ് മറ്റൊരു നിയമവിരുദ്ധമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഇതിനോടൊപ്പം ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇവരുടെ സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിനുള്ള എല്ലാ സൂചനകളും കാണുന്നുണ്ട്. ഇവരുടെ വരുന്ന ടൂറിസ്റ്റുകളുടെ ആഗ്രഹപ്രകാരം എല്ലാവരും വന്യമൃഗങ്ങളെ കാണാൻ വേണ്ടി മാത്രമുള്ള ഉദ്ദേശത്തിലൊന്നും അല്ല വരുന്നത്. ശരിക്കും കാടിന്റെ അതിർത്തിയിൽ വരുന്നത്, കാരണം അതിർത്തിയിൽ വരുന്നത് മറ്റു പല ദുരുദ്ദേശങ്ങൾ കൊണ്ടുവരുന്ന വലിയൊരു അളവിലുള്ള ആളുകളുണ്ട്. അപ്പം അതിനുള്ള എല്ലാ സഹായങ്ങളും ഒത്താശകളും ഇവര് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. വെബ്സൈറ്റ് കാണുമ്പോഴും. വളരെ നന്ദി ശ്രീ ഗുരുവായൂരപ്പൻ പ്രതികരിച്ചതിന്. വയനാട് വന്യജീവി സംഘത്തോട് ചേർന്നുള്ള റിസോർട്ടുകളിൽ വന്യമൃഗങ്ങളെ ആകർഷിക്കുന്നു. തിരുനെല്ലിയിലെ ജംഗിൾ റിട്രീറ്റ് വയനാട് റിസോർട്ടിൽ നിന്നുള്ള സംഘം രാത്രിയിൽ വനത്തിനുള്ളിൽ കടന്ന് കടുവയെ പിന്തുടരുന്ന ദൃശ്യങ്ങൾ ഇന്ത്യ വിഷന് ലഭിച്ചു. വന്യമൃഗ ട്രാക്കിംഗ് വെബ്സൈറ്റിൽ പരസ്യം ചെയ്താണ് ഈ വിനോദ സഞ്ചാരികളെ ഇവർ ആകർഷിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കേരളത്തിന് പുതിയ